രാവിലെ തന്നെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോണ്ട് സൂര്യൻ എന്നെ നോക്കുന്നു. അപ്പൊ ഞാനും സൂര്യൻ നോക്കി. ഞാൻ നോക്കുന്ന നാണം കൊണ്ടാണെന്ന് അറിയില്ല, മേഘത്തിനുള്ളിലേക്കാൾ ഒളിഞ്ഞൊളിഞ്ഞ് പോകുന്നുണ്ട്. പക്ഷെ ഇടക്കിടക്ക് എന്നെ നോക്കും, പിന്നെ ഒളിച്ചു പോകും. അങ്ങനെ അപ്പൊ ഞാനും വിട്ടുകൊടുത്തില്ല, വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ആ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ മുറ്റത്തൊരു ഓട്ടോച്ചേട്ടൻ വന്നത്. പാത്രങ്ങളൊക്കെ വെക്കുന്ന മൺപാത്രങ്ങളൊക്കെ, നല്ല വെറൈറ്റി പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഞാൻ എൻ്റെ കുഞ്ഞു ചട്ടി വാങ്ങിയിട്ടാ കറികളൊക്കെ വിളമ്പി വെക്കാന്നൊക്കെ വിചാരിച്ചു. ഞാനത് കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് കഴിഞ്ഞ് പൊൻകതിറിന് പുട്ടുടി ഏട്ടൻ കാണിക്കുന്നത്. ഇത് എന്താണെന്ന് നിങ്ങൾ ആരും നോക്കണ്ട, ഞങ്ങളെല്ലാം പുട്ട് ചൂടാണ്ട് എന്നുള്ള കമന്റും വേണ്ട. ഇതെന്താന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഒരു പാക്കറ്റൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് ഇങ്ങനെ എയറിന്റെ സ്പേസ് ഉണ്ടാവില്ലേ, കുറച്ചല്ല ഇങ്ങനെ ഒരു പൊടികൾ. ഇപ്പോൾ അര കിലോന്റെ പൊടിയാണെങ്കിൽ 1 കിലോന്റെ പൊടിയാണെങ്കിൽ 750 പൊടിയും ബാക്കി 250 സ്പേസും ആയിട്ട് ഉണ്ടാവില്ലേ. പക്ഷെ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല, ഒട്ടും പോലും എന്താ പറയുക ഗ്യാപ്പില്ല. ഫുള്ള് പുട്ടിന് പൊടി കുത്തി നിറച്ചിരിക്കുന്ന ഒരു പാക്കറ്റ്. അപ്പൊ അത് ആണ് നമുക്കിന്ന് കിട്ടിയത്. അപ്പൊ അതുകൊണ്ടൊരു പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ പൊൻകതിറിന് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, അതുപോലെ അജ്മീടൊക്കെ. അപ്പം ഇന്ന് പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടോ. പിന്നെയാണെങ്കിൽ ഏട്ടൻ രാവിലെ തന്നെ കുറച്ച് ബോട്ടിയൊക്കെ വാങ്ങിച്ചോണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കിയിട്ട് പഴം ഉണ്ടായപ്പോൾ അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പുട്ടും പഴവും കൂടി കഴിച്ചു. പിന്നെ ബോട്ടി ഉണ്ടായതിനു ശേഷം ഇതും കൂടി നമ്മൾ എടുത്തു. ബോട്ടി അല്ല കേട്ടോ, ഇത് നമ്മുടെ കുറച്ച് ബീഫും, ഞാൻ പറഞ്ഞത് മാറിപ്പോരാ, നമ്മുടെ ബീഫും മറ്റേ കപ്പക്കൂട്ടെന്ന് പറയില്ലേ, അങ്ങനെ അങ്ങനെ ഉള്ളു പോലെ ഇരിക്കുന്ന കഷ്ണങ്ങൾ, അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പുട്ട് അവിടെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കുറച്ച് കിഴങ്ങ് നമ്മളെ തോട്ടത്തിലുണ്ടായി. അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ ഇതാക്കിയിട്ടുണ്ട്, മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഉച്ചക്ക് ചോറിൻ്റെ സമയത്ത് തന്നെ ഇതെല്ലാം കൂടി ആയപ്പോൾ ഞാൻ വേഗം തന്നെ കിഴങ്ങും നമ്മുടെ ബോട്ടി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബീഫിൻ്റെ കറി അതും കൂടി എടുത്ത് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് നേരം കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കേണ്ട ഷോ ഇറക്കണ്ടേന്ന് വിചാരിച്ചു ഞാനൊന്ന് വെറുതെ വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും കഴിച്ചിട്ടുണ്ടായി. പിന്നെ ഏട്ടനാണെങ്കിൽ രാവിലത്തെ പുട്ട് ബാക്കി ഉണ്ടായപ്പം അതും അതിൻ്റെ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഷർട്ടൊക്കെ മാറ്റി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാണ്ടപ്പോൾ എൻ്റെ ഒരു നോട്ടം നോക്കി. അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പോയി വന്നപ്പോൾ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാങ്ങ മുറിച്ചിട്ട് നമ്മൾ കഴിച്ചു കേട്ടോ. നീലൻ മാങ്ങ അങ്ങനെ എന്തോ ഒരു പറഞ്ഞ സാധനമായിരുന്നേ. അപ്പോൾ അതിങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ പോയി വന്നതിന് ശേഷം തന്നെയാണ് ഈ മാങ്ങ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സാധനം കൊണ്ടുവന്നു, നമ്മുടെ ഐസ്ക്രീമിൻ്റെ, നമ്മൾ പണ്ടൊക്കെ നമ്മൾ വാങ്ങി കഴിക്കില്ലേ, കോൺ, ഇപ്പോഴും കഴിക്കാറുണ്ട്, ഉത്സവ പറമ്പിലും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതും വാങ്ങിച്ചു. ഇച്ചിരി ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, വനിലയുടെ. അപ്പോൾ അത് നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് ആ ബിസ്ക്കറ്റിൽ ഐസ്ക്രീം ഇട്ട് തോണ്ടി തിന്നു എല്ലാവരും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, നമുക്ക് കുറച്ച് ദിവസം വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എവിടെ ഐസ്ക്രീം എല്ലാം അങ്ങനെ കുറേ ദിവസമൊക്കെ ഉണ്ടാവുമോ? 1-1.5 ദിവസം കഷ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പിള്ളേർ തോണ്ടി തിന്നും. പിന്നെ പിള്ളേർ മാത്രമല്ല, ഞാനും അങ്ങനെ തന്നെയാണ്, അമ്മയും തോണ്ടി തിന്നും. ഏട്ടൻ പിന്നെ അങ്ങനെ എടുക്കാൻ നിൽക്കില്ല, കൊടുക്കുമ്പോൾ കഴിക്കുന്നല്ലാതെ അങ്ങനെ ഇന്നത്തെ അങ്ങനത്തെ സാധനത്തിനോടൊന്നും വലിയ ആർത്തിയൊന്നുമില്ല അങ്ങനെ. പക്ഷെ നമ്മളങ്ങനെയല്ല, അത് വേറെ കാര്യം. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നമ്മളെ പണ്ടത്തെ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ പണ്ടത്തെ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ പണ്ടിങ്ങനെ വരലുണ്ട്. ഇപ്പോഴും ഭായിമാർ വരാറുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ. പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ പുറത്തൊന്നും വാങ്ങി കഴിക്കാറില്ലല്ലോ ഇങ്ങനെയൊന്നും, അവരുടെ കയ്യിൽ നിന്നൊന്നും അങ്ങനെ വാങ്ങി കഴിക്കാറില്ല. അപ്പോൾ ഒരു കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. അപ്പോൾ നമ്മൾ കുറേ നേരം തിന്നു. ഞങ്ങൾ അന്ന് രാത്രി തന്നെ 2-3 ഒരാൾ തിന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓരോ 3-3 വെച്ചിട്ട് തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഐസ്ക്രീമൊക്കെ കഴിഞ്ഞു. പിന്നെ അടുത്ത ദിവസം രാവിലെയും കുറച്ച് കിട്ടി രണ്ടാൾക്കും കഴിക്കാൻ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഒരു പട്ടി വന്നുകൊണ്ടപ്പം വെറുതെ അതിനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തു. അപ്പം ഉണ്ട്, പട്ടി മാത്രമല്ല, ഇന്ന് മൃഗങ്ങളുടെ സംസ്ഥാന സമ്മേളനം തോന്നുന്നു, 2 പശുക്കൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനെയും വിട്ട് കളഞ്ഞില്ല. ഞാൻ അതിനു വേണ്ടി ഞങ്ങൾ വീഡിയോ എടുത്തു. ഭാര്യയും ഭർത്താവും തോന്നുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. രണ്ടാളും മുഖത്തോട് നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കിടക്കുന്നു. എൻ്റെ മോൻ മുറ്റത്തുനിന്ന് കൊണ്ടതാണ്. അമ്മ വഴുതന കാണുന്ന കുഞ്ഞു വഴുതനാന്ന് പറഞ്ഞിട്ട്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല, എന്ത് വഴുതനാണോ എന്താണ്, ഇത് ക്ലേ മോഡൽ ആണോ എന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഫോട്ടോ എടുത്ത് ചോദിച്ചായിരുന്നു ആരൊക്കെയോ. ക്ലേ ഒന്നല്ല, ഇത് ഒറിജിനൽ മോന് മുറ്റത്തുനിന്ന് കിട്ടണം. പിന്നെ ഞാൻ അതും എടുത്തിട്ട് ചുമ്മാ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ വെച്ചാൽ നമുക്ക് അടുത്ത ദിവസം നമുക്ക് അർജൻറ്റായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം വന്നിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും മക്കളാണ് പോകുന്നത്, ഏട്ടനില്ല. അപ്പോൾ അതൊരു വൈകുന്നേര സമയമാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം, അടുത്ത ദിവസം വൈകുന്നേരത്തെ വീഡിയോ ആണ്, സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം ഞാനും മക്കളും കൂടി അപ്പം തന്നെ, മക്കൾക്കൊന്നും വാങ്ങിച്ചൊന്നും കൊടുത്തു, സ്കൂളിൽ വിട്ട് വന്നവരും കഴിക്കാൻ നേരം ഉണ്ടായില്ല. 5:30 ട്രെയിൻ, 4:00 അവരെത്തി. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടോ വിളിച്ച് പോയതിന് ശേഷം ഞങ്ങൾ കുട്ടികൾക്ക് ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തു. കാരണം ഒന്നും കഴിച്ചില്ല, അവർക്ക് വിശക്കില്ലേ എന്ന് കരുതിയിട്ട്. നല്ല ചൂട് പഴംപൊരി ആയിരുന്നു കേട്ടോ, അണ്ണാക്ക് പൊള്ളിപ്പോയി. അങ്ങനെയായിരുന്നു. പിന്നെ രാത്രി ആയിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വണ്ടിയിൽ. എല്ലാവരും നല്ല എന്താ പറയുക, പെണ്ണുങ്ങളുടെ കൂടെയൊക്കെ ആയിരുന്നു ഞാൻ ഇരുന്നത്. എനിക്ക് പേടിയായിരുന്നു, അങ്ങനെ ഒറ്റക്കെല്ലാം പോകുമ്പോൾ പേടിയാണല്ലോ. അങ്ങനെ അപ്പോൾ പിന്നെ അവരൊക്കെ നമ്മുടെ അടുത്ത്, ഞാൻ ഇറങ്ങാൻ തൊട്ട് മുന്നത്തെ സ്റ്റോപ്പിൽ അവരിറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. 10